PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ ഒരു മെത്തേഡിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് മോണിറ്റർ ചെയ്ത് തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ ഭരണഘടനയുടെ സെറ്റ് 12ാമത്തെ സെറ്റാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 സെറ്റ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു പല ടോപ്പിക്കിൻ്റെതായിട്ട്. അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ടും ഒരു കോൺഫിഡൻസും തോന്നുന്നതായിരിക്കും. അടുത്ത സെറ്റ് 13 നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നൊരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ ക്ലാസ് ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ അടുത്ത സെറ്റും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടുന്നതായിരിക്കും. കാരണം കണ്ടിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അപ്പോൾ കോൺഫിഡൻസ് കൂടും. അപ്പോൾ കേരള PSC അടുത്തിടെ പുറത്തിറക്കിയ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ സബ്ജക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 12ാമത്തെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് കാണുക. പിന്നെ ടെലഗ്രാമിലേക്ക് വന്നാൽ ഇവിടെ അപ്ലോഡ് ചെയ്ത എല്ലാ വിഷയങ്ങളുടെയും പരീക്ഷ നിങ്ങൾക്ക് എഴുതാനും പറ്റും. അങ്ങനെ നിങ്ങൾക്ക് റിവിഷനും നടക്കും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നതിൽ ഒരു ചെറിയൊരു ടോപ്പിക്ക്, ഒരു ബോക്സിലെ ടോപ്പിക്ക് അവിടെ ഇട്ടിരിക്കുകയാണ്, ഏഷ്യൻ ഗെയിംസ്. അത് അന്ന് പറയാനത് വിട്ടുപോയി. അപ്പോൾ നമുക്കത് എടുത്തിട്ട് നമുക്ക് അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഏഷ്യൻ ഗെയിംസ് 2023 നടന്നിരുന്നു അല്ലേ. അതിൽ ഇന്ത്യയുടെ മെഡൽ നിലയാണ് പറയുന്നത്. ഇന്ത്യ 28 സ്വർണം നേടിയിട്ടുണ്ട്. 28 സ്വർണം, 38 വെള്ളി. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം അല്ലേ. അപ്പോൾ 28, 38, 41 ഏഷ്യൻ ഗെയിംസ്. അവർ നമ്പറായിട്ട് ഓർത്താൽ മതി. ഏഷ്യൻ ഗെയിംസ് 28, 38, 41. ഏഷ്യൻ ഗെയിംസ് 2023 അല്ലേ. ഇന്ത്യയുടെ പ്രകടനമാണ് 28, 38, 41 അല്ലേ. ഈ ഓർഡറിൽ തന്നെ ഓർക്കുക. 28, 10, 38 അല്ലേ. പിന്നെ ഒരു 3 കൂടെ കൂട്ടുമ്പോൾ 41. അങ്ങനെയൊക്കെ ചുമ്മാ ഓർത്ത് വയ്ക്കുക, പ്രയോജനം ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതും നിങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു പേനയും പേപ്പറും എടുക്കുക. ഇവിടെ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഈ 4 പ്രസ്താവനകൾ വായിക്കും. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞ് ഇതിലൊരെണ്ണം ശരിയാണ്. അത് നിങ്ങൾക്ക് ശരിയെന്ന്, ഇതിലേതാണോ ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ ബുക്കിലെ പേപ്പറിൽ അത് മാർക്ക് ചെയ്യുക ശരിയെന്ന്. അതിനുശേഷം ഞാൻ ശരിയായിട്ടുള്ള ആൻസർ പറയുമ്പോൾ നിങ്ങളുടേത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുന്നതാണ്. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സ്ഥിരമായിട്ട് ഇത് കാണുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. കമൻറ്റ് ചെയ്യുന്നതിനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നന്ദി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രസ്താവന കൊടുത്തിരിക്കുന്ന നോക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെയാണ്. ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെയാണ്. ഓപ്ഷൻ എ ആണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് നിങ്ങൾ ടിക്കിടുകയോ ശരി മാർക്ക് ചെയ്യുകയോ ചെയ്യുക. തെറ്റെന്ന് തോന്നിയാൽ തെറ്റിടുക. പ്രസ്താവന ബി പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അതുപോലെ സിയിൽ പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. അതേപോലെ ഓപ്ഷൻ ഡി പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ്. ഇത് 4 പ്രസ്താവനകളും ഏകദേശം സാമ്യം തോന്നുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഉറപ്പാണ് ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയാം അല്ലേ. അപ്പം നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ ശരി ഉത്തരം പറയുകയാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ശരിയെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, അതിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 1ാമത്തെ പ്രസ്താവന പറയുന്നത് 1976 ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംബന്ധമായ അനുച്ഛേദം കൂട്ടിച്ചേർത്തതെന്നാണ് പറയുന്നത്. 1976
1976 ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സംബന്ധമായ അനുച്ഛേദം കൂട്ടിച്ചേർത്തെന്നാണ് പറയുന്നത്. ഈ പ്രസ്താവന ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് 1985 ആണ് ഇന്ത്യൻ പാർലമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം പാസ്സാക്കിയതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതി മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഓപ്ഷനിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് അത് അടയാളപ്പെടുത്തുക. ഓക്കെ, നിങ്ങളത് അടയാളപ്പെടുത്തി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ 12ാമത്തെ ആൻസറായിട്ട് വരുന്നത് സി ആണ്. സി, അതായത് ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അങ്ങനെ ആൻസർ എഴുതിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടെ കിട്ടും. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരി. ഞാൻ ഇനി അത് വായിച്ച് ബോറാക്കുന്നില്ല. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ അത് രണ്ടും ശരിയായിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി കിട്ടി. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന ഏത്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 1ാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം. അത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ പേപ്പറിൽ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഫെഡറൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ സംബന്ധമായ വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിൽ നിന്നാണ്. ഇത് ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. നിങ്ങളെ മാർക്ക് ചെയ്യുക. ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഫെഡറൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ സംബന്ധമായ വ്യവസ്ഥകൾ കടംകൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിൽ നിന്നാണ്. അടുത്ത 2ാമത്തെ പ്രസ്താവന പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. 3ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. 3ാമത്തെ പ്രസ്താവന പറയുന്നത് കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഒന്നുകൂടി പറയാം. കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണെന്നാണ്. അപ്പോൾ ഇങ്ങനെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത് 3ഉം നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഞാനതിൻ്റെ ശരിയുത്തരം പറയാം. 13ാമത്തതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബി, അതായത് ഇവിടെ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന 2ാമത്തേതാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. 1ഉം 3ഉം ശരിയാണ്. 2ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ല, അല്ലേ? അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ടാണത് തെറ്റിപ്പോയത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇത് 13ാമത്തേതാണ്, അല്ലേ? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം എന്ന് പറയുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമമാണ്. അതുകൊണ്ടാണ് ആ 2ാമത്തെ പ്രസ്താവന തെറ്റിപ്പോയത്. അപ്പോൾ 13ാമത്തേതിൽ നിങ്ങൾക്ക് മാർക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കാണുക, എന്നിട്ട് ശരി ഏതെന്ന് കണ്ടുപിടിക്കുക. അതാണ്. അപ്പോൾ ഞാൻ പ്രസ്താവന വായിക്കാം. 1ാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ 86ാം ഭേദഗതി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെയാണ്. ഒന്നുകൂടെ വായിക്കുക പ്രസ്താവന. ഭരണഘടനയുടെ 86ാം ഭേദഗതി നടത്തിയത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെയാണ്. പ്രസ്താവന 2 പറയുന്നത് ഭരണഘടനയുടെ 86ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. 2 പ്രസ്താവന. 2ാമത്തെ പ്രസ്താവന ഭരണഘടനയുടെ 86ാം ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ്. ഇങ്ങനെ 2 പ്രസ്താവന തന്നിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. എന്നിട്ട് പോസ് ചെയ്തിട്ട് ഈ ഓപ്ഷൻസിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതിൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ 14ാമത്തെ ആൻസറായിട്ട് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. 2 പ്രസ്താവനകളും ശരിയാണ്. ഇതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്, അല്ലേ? അതായത് ശരിയായ 2 പ്രസ്താവനകൾ കൊടുത്തിരുന്നു. അതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ സി ആണ്, അല്ലേ? അപ്പോൾ ഇനി അടുത്ത 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അപ്പം നമുക്ക് ഇതിൽ തെറ്റാണ്, 3 എണ്ണം ഉണ്ട്. അതിൽ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ 3ഉം വായിക്കാം. നിങ്ങൾ തെറ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അത് 1 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം. ഇതാണ് 1ാമത്തെ പ്രസ്താവന. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അത് 1 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക.
രണ്ടാമത്തേത്, ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. അത് രണ്ടാമത്തെ പ്രസ്താവന. അത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ പ്രസ്താവന, സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 360 ആണ്. ഇതും നിങ്ങളുടെ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യുക. സാമ്പത്തിക അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 360 ആണ്. ഇങ്ങനെയാണ് 15ാമത്തെ ക്വസ്റ്റ്യനിൽ 3 പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. ഇതിൽ തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റ്. അപ്പം നിങ്ങൾ തെറ്റ് കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിലേതാണ് നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറയുകയാണ്. ഇതിൽ തെറ്റിപ്പോയത് ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. കാരണം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അത് 2 മാസത്തിനകമാണ്. ഇവിടെ 1 മാസമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? പക്ഷേ അത് 2 മാസത്തിനകമാണ് പാർലമെന്റ് അംഗീകരിക്കേണ്ടത്. ഇവിടെ 2 എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ ശരിയായാണ്. അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത്. അപ്പം നിങ്ങൾക്കിത് ശരിയായിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്ക് അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 16ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് അല്ലേ? അങ്ങനെ ഒരു 4 പ്രസ്താവന 16ാമത്തെ ചോദ്യത്തിൽ ഒരു 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം, നിങ്ങളത് മാർക്ക് ചെയ്യുക. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്. നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രസ്താവന, ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ്. ഏക പൗരത്വം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ്. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ശരിയോ തെറ്റോ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ ഒരു പ്രഖ്യാപനത്തിലൂടെ അത് നിരസിച്ച് പൗരത്വം നഷ്ടപ്പെടുത്തുന്നത് പരിത്യാഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങൾ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ 4 പ്രസ്താവന പറഞ്ഞു, 4 നിങ്ങൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ മാർക്ക് ചെയ്തതൊക്കെ ഈ പറയുന്ന ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന. ബാക്കിയുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി. കാരണം ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയല്ല, മറിച്ച് ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ്. അല്ലെ, പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് പ്രസിഡന്റ് എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ അല്ലെ, പ്രസിഡന്റ് എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പം ഇതാണ് തെറ്റിപ്പോയത്. അപ്പം ശരിയായിട്ടുള്ള 1, 2, 4 എന്നുള്ള ഓപ്ഷൻ, 1, 2, 4 എന്നുള്ള ഓപ്ഷൻ ഇതാണ് അല്ലേ? 1, 2, 4 ഡി ഓപ്ഷനാണ് അതിൽ ശരിയായിട്ട് വരുന്നത്. 1, 2, 4. അടുത്ത 17ാമത്തെ ചോദ്യമാണ്. 17ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ, ഇത്രയും നിങ്ങൾ നോക്കുക. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സഭയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ, ബാക്കി ഇതിൻ്റെ മുകളിലാണ്. ആരോഗ്യ കാരണങ്ങളാൽ, ഇവിടം വരെ എത്തുമ്പോൾ മറന്നു പോകരുത് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടി പറയാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ബി എൽ മിറ്റർ രാജിവെച്ച ഒഴിവിലാണ് എൻ മാധവറാവു നിയമിക്കപ്പെട്ടത്. അപ്പോൾ ആരാണ് ബി എൽ മിറ്റർ? ഞാൻ ഒന്നുകൂടി വായിക്കാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ നിന്ന് ആരോഗ്യ കാരണങ്ങളാൽ ബി എൽ മിറ്റർ രാജിവെച്ച ഒഴിവിലാണ് എൻ മാധവറാവു നിയമിക്കപ്പെട്ടത്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത്, ഡോക്ടർ DP കെയ്ത്താൻ 1948 അന്തരിച്ച ഒഴിവിലാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ TT കൃഷ്ണമാചാരി നിയമിക്കപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ പ്രസ്താവനയിൽ ബി എൽ മിത്തറിന് പകരം എൻ മാധവറാവു വന്നു. രണ്ടാമത്തെ പ്രസ്താവനയിൽ DP കെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി വന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണോ തെറ്റാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളത് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഓപ്ഷൻ ഈ പറയുന്ന ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ആൻസർ ഉണ്ടെങ്കിൽ അത് നോക്കുക. ഓക്കെ, നിങ്ങളത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 17ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി കിട്ടി.
അപ്പോൾ നോക്കുക, അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പറയാൻ മറന്നുപോയി. 1978 ഒന്നാമത്തെ പ്രസ്താവനയാണ്. 1978 44ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 78 44ാം ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്ന പദപ്രയോഗം മാറ്റി സായുധ കലാപം എന്ന പ്രയോഗം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1978 44ാം ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്ന പദപ്രയോഗം മാറ്റി പകരം സായുധ കലാപം എന്ന പ്രയോഗം ഉൾപ്പെടുത്തിയത്. ഇത് ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്, നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് വിദേശാക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വിദേശാക്രമണം, സായുധ കലാപം എന്നിവയുണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇത് നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക. ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ് മാർക്ക് ചെയ്യുക. മൂന്നാമത്തെ പ്രസ്താവന, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. നാലാമത്തെ പ്രസ്താവന നോക്കുക. കേന്ദ്ര ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര ക്യാബിനറ്റിന്റെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതും ശരിയെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റ്, നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 4 പ്രസ്താവനകളും നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് നിങ്ങൾ നോക്കുക. എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 18A കർപ്പിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞു അല്ലേ. നമ്മൾ അതിൻ്റെ ലാസ്റ്റത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പോൾ 19ാമത്തെ ചോദ്യം എന്തെന്ന് നമുക്ക് നോക്കാം. 19ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, അതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അതത് സംസ്ഥാന ഗവർണർമാരാണ്. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് അതത് സംസ്ഥാന ഗവർണർമാരാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്യം മുഖ്യമന്ത്രിയോടാണ്. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയോടാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ 2 പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക അല്ലേ. 19ാമത്തെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതിലേതാണ് നിങ്ങളുടെ ഉത്തരം ഇതിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 19ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡി ആണ്. അതായത് 2 പ്രസ്താവനകളും തെറ്റാണ് അല്ലേ. 2 പ്രസ്താവനകളും തെറ്റാണ്. ഇനി എന്തുകൊണ്ട് തെറ്റി എന്ന് പറയാം. ഈ 2 പ്രസ്താവനകളും തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റി എന്ന് പറയാം. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറല്ല, രാഷ്ട്രപതിയാണ്. ഇനി അടുത്തത് എന്തുകൊണ്ട് തെറ്റിയെന്ന് പറയാം. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഗവർണറോടാണ്, മുഖ്യമന്ത്രിയോടല്ല. ഗവർണറോടാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വം, ഗവർണറോടാണ്. ഈ ടോപ്പിക്കിൻ്റെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഒരെണ്ണം പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യനും തെറ്റിപ്പോയത്. അപ്പോൾ ഇത് ശരിയാക്കിയ, അതായത് 19ന്റെ ആൻസർ ഡി എന്ന് ശരിയാക്കിയ ആൾക്ക് 1 മാർക്ക് കൂടി കിട്ടും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ 4 ജോഡി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് നോക്കാം. 42ാം ഭേദഗതി ക്യാബിനറ്റ് എന്ന പദം അനുച്ഛേദം 32 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ. അപ്പോൾ ശരിയായ ജോഡിയാണ്. അപ്പം 42ാം ഭേദഗതിയിലാണ് ഇത് വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. 42ാം ഭേദഗതി എന്ന് കൊടുത്തിട്ട് പറയുകയാണ് ക്യാബിനറ്റ് എന്ന പദം അനുച്ഛേദം 352 കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി എന്ന്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റെന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുക. അടുത്ത 2ാമത്തെ പ്രസ്താവന നോക്കുക. 44ാം ഭേദഗതി അത്
ആ ഭേദഗതിയായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന പോയിന്റ്, സായുധ വിപ്ലവം ഉണ്ടായാൽ മാത്രമേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവൂ എന്ന വ്യവസ്ഥ ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ജോഡി ശരിയാണോ അതോ തെറ്റാണോ അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത മൂന്നാമത്തെ പ്രസ്താവനയാണ് 89-ാം ഭേദഗതിയെക്കുറിച്ചിട്ടാണ്. 89-ാം ഭേദഗതി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 89-ാം ഭേദഗതി എന്നാണ് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത്. ഇത് നിങ്ങൾക്ക് ശരി എങ്കിൽ ശരി, തെറ്റെങ്കിൽ തെറ്റെന്ന് തോന്നിയാൽ തെറ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക. നാലാമത്തെ പ്രസ്താവന പറയുന്നത് 91-ാം ഭേദഗതിയെക്കുറിച്ചിട്ടാണ്. 91-ാം ഭേദഗതി കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗബലം അംഗബലത്തെക്കുറിച്ച് പറയുന്നതാണ് 91-ാം ഭേദഗതി. അതായത് കേന്ദ്രമന്ത്രിസഭയുടെ പരമാവധി അംഗബലം എത്രയായിരിക്കണമെന്ന് പറയുന്നത് 91-ാം ഭേദഗതിയാണ് അല്ലേ, ഭേദഗതി അതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ഭേദഗതികൾ കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ജോഡി, ഇതിലേത് ജോഡിയാണ് ശരി ഏത് ജോഡിയാണ് തെറ്റെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ശരിയായ ജോഡികളാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 ജോഡിയിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ആൻസർ പോസ് ചെയ്തിട്ട് ഈ ഓപ്ഷൻസിൽ ഏതാണ് നിങ്ങളുടെ ആൻസറായിട്ട് വരിക എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 20-ൽ ആൻസറായിട്ട് വരുന്നത് 20D ആണ്. അതായത് ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും ശരിയാക്കി എഴുതിയവർക്ക് 1 മാർക്ക് കൂടി കിട്ടുകയാണ്. അങ്ങനെ ഇന്ന് മൊത്തം 10 ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ 10-ൽ 10ഉം കിട്ടിയവർക്കും ഇത് പങ്കെടുത്തവർക്കും അഭിനന്ദനങ്ങൾ, വിജയാശംസകൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം നിങ്ങൾ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവർ എത്രത്തോളം പഠിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 അഭിപ്രായം കമൻറ്റ് ചെയ്യണം. 1 നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യണം. 2 ഈ രീതിയിലെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ക്ലാസ് സപ്പോർട്ട് ചെയ്യുക, ടെലഗ്രാമിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു.